അന്ന് LDFിൻ്റെ മുണ്ടേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വാഹനത്തിലാണ് അവസാനമായിട്ട് തെരഞ്ഞെടുപ്പ് കണ്ണൂർ പ്രചരണത്തിന് ഉണ്ടായത്. ലോകസഭാ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. രണ്ടും കൺഫ്യൂഷനാണ്, മുല്ലപ്പള്ളിയും കടന്നപ്പള്ളിയും. അപ്പം അന്ന് മുണ്ടേരി പഞ്ചായത്തിൻ്റെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കീഴിലാണ് അന്ന് അനൗൺസ്മെൻറ്റ് വാഹനം. പ്രത്യേകിച്ച് പറയാനുള്ളത് അതിരാവിലെ 6 മണിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 10 മണി വരെ അന്ന് മൈക്ക് പെർമിറ്റ് ഉണ്ട്. അപ്പോൾ കനാല്, വയൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിരാവിലെ നമ്മൾ അവിടുന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു വശത്തേക്ക് പോയാൽ മതി. ഈ വശത്ത് നിന്ന് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്കോ വളരെ കൃത്യമായിട്ട്, കാരണം രാവിലെ ആകാശവാണി, റേഡിയോ അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് ശ്രവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അതിരാവിലെ പോകുന്നത്. ഇപ്പോൾ ചക്കരക്കര ടൗണിൽ വൈകുന്നേരം നമ്മുടെ LDFിൻ്റെ വാഹനം വന്നു. അപ്പോൾ 2-3 ദിവസമായി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ മറ്റ് വാഹനം കൂടി എതിർദിശയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയം അത് ഈ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനും LDFിൻ്റെ കണ്ണൂർ ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് KT ഭാസ്കറിൻ്റെ വാഹനത്തിലുണ്ട്. അപ്പോൾ അവിടെ വാഹനത്തിൽ മൈക്ക് വാങ്ങുകയും സഖാവ് ക്ഷീണിച്ചു പോയോ എന്നൊരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഒരു വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു വശത്തേക്ക് പോയാൽ മതി. ഈ വശത്ത് നിന്ന് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്കോ വളരെ കൃത്യമായിട്ട്, കാരണം രാവിലെ ആകാശവാണി, റേഡിയോ അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അനൗൺസ്മെൻറ്റ് കൃത്യമായിട്ട് ശ്രവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അതിരാവിലെ പോകുന്നത്. അപ്പോൾ അതിരാവിലെ പോകുമ്പോൾ 2 കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ ചക്കരക്കല്ല് വൈകുന്നേരം എത്തുമ്പോൾ, അതായത് എതിർദിശയിൽ നിന്ന് വരുന്ന എതിർ പാർട്ടികളുടെ വണ്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് എതിരായിട്ട് ശക്തമായിട്ട് ഇങ്ങനെ ഘോരഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു രസമാണ്. അപ്പോൾ ചില സമയത്ത് അവരും പറയും, എതിർ കക്ഷിയും പറയുമ്പോൾ ഒരു സ്റ്റണ്ടിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും മൈക്കുകൾ തമ്മിൽ, ആളുകൾ തമ്മിലല്ല. അപ്പം അങ്ങനെ ചക്കരക്കല്ല് ടൗണിൽ കട്ടാക്കി എടുത്തു കേട്ടോ.